ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ലൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ശർക്കരയൊക്കെ ചേർത്താണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. റവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുഴുവനും വെള്ളത്തിലും ഇതുണ്ടാക്കാം, മുഴുവൻ പാലായിട്ടും ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതിലോട്ട് കുറച്ച് ചെറിയ ജീരകം, ഒന്ന് വറുത്ത ജീരകമാണ്, അതൊന്ന് ചതച്ച് ചേർത്തതാണ്. ഒരു 1/4 കപ്പ് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ഒത്തിരി തേങ്ങ അധികം അങ്ങ് ചേർക്കണ്ട, ഒരു 1/4 കപ്പ് മതിയാകും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലോട്ട് 1 കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന വറുത്ത റവയാണ്, ചെറിയ തരികളുള്ള വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഈ പലഹാരം ഉണ്ടാക്കാൻ കൂടുതൽ നല്ലത്. വറുക്കാത്തതായാലും കുഴപ്പമില്ല, പക്ഷേ ചെറിയ തരികളുള്ളതായിരിക്കും കൂടുതൽ നല്ലത്. റവ ചേർത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. നല്ലപോലെ ആ റവ ഒന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ റവ ആ വെള്ളമെല്ലാം അബ്സോർബായിട്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇപ്പോൾ ആ റവ നല്ലപോലെ ഒന്ന് വെന്ത് പതുക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇത് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട, ചെറിയൊരു നനവോടുകൂടി വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ആ റവ നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഈ ഒരു പരുവത്തിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വരും, അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് അടച്ച് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടച്ചിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ മുകൾ ഭാഗം അങ്ങ് ഡ്രൈ ആയി പോകും. ആ സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് 2 അച്ചായാലും കുഴപ്പമില്ല. അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു നൂൽ പരുവൊന്നും ആകണ്ട, ശർക്കര ഒന്ന് അലിഞ്ഞ് ഇതുപോലൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയാകും. ഇനി ഇത് തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ റവയൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തണുത്ത് പോകരുത്, ചെറിയൊരു ചൂടോടുകൂടി വേണം നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയൊരു സിലിണ്ടർ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ കൈ വെച്ച് ഒന്ന് ഉരുട്ടിയിട്ട് ഒരു ചെറിയ സിലിണ്ടർ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം, ബോളായിട്ടോ സ്ക്വയറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. തണുത്ത് പോയാൽ പിന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിങ്ങനെ പൊട്ടി പോകും. അതുകൊണ്ട് ഒത്തിരി ഡ്രൈ ആക്കുകയും ചെയ്യരുത്. റവ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തണുത്ത് പോകുന്നതിന് മുമ്പും ഇതുപോലെ ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റായപ്പോൾ കുറച്ച് തണുത്ത് പോയതുകൊണ്ട് കുറച്ചെണ്ണം ഞാൻ കുറച്ച് വലുതാക്കിയാണ് ചെയ്തിരിക്കുന്നത്. തണുത്ത് പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാനിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1 കപ്പ് തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചോ കൂടുതലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തേങ്ങയൊക്കെ വിളയിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി അതിലോട്ട് കുറച്ച് ജീരകവും ഏലക്കായും കൂടി ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയും ശർക്കരപ്പാനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് നല്ലപോലെ മിക്സാക്കി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അവലൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്. ചെറിയ തരിതരിപ്പോടെ ഒന്ന് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അവലിന് പകരം ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ അവൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. തേങ്ങയും ശർക്കരയും അവലും എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലൊന്ന് വിളയിച്ചെടുക്കണം.
ഇപ്പോൾ ഇതാ അവിലും കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അവിൽ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്, ചെറിയൊരു തെരുതെരുപ്പോടെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. കയ്യിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടാണേലും ചേർക്കാവുന്നതാണ്. ഞാനിപ്പം മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച റവയുടെ ബോൾസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റവ ബോൾസ് ഈ ശർക്കര പാനിയിൽ കിടന്ന് നല്ലപോലെ വറ്റി വരണം. അപ്പോഴാണ് ആ റവയുടെ ആ ബോൾസിലോട്ടെല്ലാം ശർക്കര എല്ലാം അബ്സോർബ് ആയിക്കോളും. റവ നല്ലപോലെ ആ ശർക്കരപ്പാനി നല്ലപോലെ അബ്സോർബ് ആക്കിയെടുക്കും. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുന്നതാണ്. റവയിലോട്ട് ആ ശർക്കരപ്പാനി എല്ലാം പിടിച്ച് നല്ലൊരു മധുരമായിരിക്കും ആ ബോൾസ് പിന്നീട് കഴിക്കുമ്പോൾ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ബോൾസ് ഒന്നും പൊട്ടിപ്പോകാതെ ഒത്തിരി കുത്തി ഇളക്കി കൊടുക്കരുത്, നല്ല സോഫ്റ്റായിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നിങ്ങൾ ബോൾസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കയ്യിൽ പിടിച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല. നമ്മൾ കറക്റ്റ് പരുവത്തിൽ റെഡിയാക്കി എടുത്താൽ. ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് വേണമെങ്കിലും തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ അടച്ചു വെക്കാതെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. കാരണം റവ ആയതുകൊണ്ട് റവ പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനി അബ്സോർബായി വരും. നമ്മൾ നോക്കി തന്നെ നിന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലൊന്ന് വറ്റിച്ച് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ ശർക്കരയും തേങ്ങയും എല്ലാം നല്ല പോലെ ഒന്ന് വിളഞ്ഞ് ആ റവയുടെ ആ ബോളുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ മതിയാകും. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ അതൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വളരെ സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കണ്ടോ, കയ്യിലിട്ട് ഞെക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്രയ്ക്കും സോഫ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മളെ വിളയിച്ച തേങ്ങയും അവിലും എല്ലാം ഇതിൻ്റെ ഓരോ സ്നാക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അതും കൂടി ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക്